അപ്പോൾ 9ാമത്തെ ആഴ്ചയിലെ വാശിയേറെ വോട്ടിംഗ് യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നമ്മുടെ മല്ലയ്യ ജിൻഡോനെയാണ്. 37,856 വോട്ടോടെ ഒന്നാം സ്ഥാനം ജിൻഡോ വന്നിരിക്കുന്നു. രണ്ടാം സ്ഥാനം വന്നിരിക്കുന്നത് 32,167 വോട്ടോടെ സിജോയാണ്. മൂന്നാം സ്ഥാനം അപ്സരയാണ് 28,482 വോട്ടോടെ. ഇവരാണ് ടോപ്പ് 3. ഇവരെന്നും സേഫ് തന്നെ ആയിരിക്കും, ഇവർ പോകില്ല, എന്തായാലും ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അഞ്ചാം സ്ഥാനം നോക്കി അവിടെ നന്ദന ഇപ്പോൾ കയറി വന്നിട്ടുണ്ട്. 24,859 വോട്ടോടെ നന്ദന കയറി വന്നിട്ടുണ്ട്. അത് സേഫായിട്ട് കയറി വന്നിട്ടുണ്ട്. പിന്നെ ആറാം സ്ഥാനത്ത് നോക്കുമ്പോൾ ഇതാണ് ശരണ്യാണ്. 23,753 വോട്ടോടെ ആറാം സ്ഥാനം വന്നിട്ടുണ്ട്. ശരണ്യ ഡേഞ്ചർ സോണിൽ തന്നെയാണ്. പിന്നെ പിന്നെ ശ്രീധുന് വിട്ടുപോയി 4ാം സ്ഥാനത്താണ്. 27,614 വോട്ടോടെ ശ്രീധു 4ാം സ്ഥാനത്ത് സേഫായിരിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് എന്താണ് ശ്രീരേഖയാണ്. 23,108 വോട്ടോടെ ശ്രീരേഖ ഡേഞ്ചർ സോണിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്താണ് ശരണ്യ ശ്രീരേഖയാണ് ഇപ്പോൾ ലാസ്റ്റ് ടോപ്പ് 2-ലായിട്ട്, ഏറ്റവും ലാസ്റ്റ് എൻഡ് 2-ലായിട്ട് ഇരിക്കുന്നത് ശരണ്യ ശ്രീരേഖ. ഞാൻ പറയേണ്ടത് എന്താണ് മെയിനായിട്ട് പോകാൻ ചാൻസ് ഉള്ള 2 വ്യക്തികൾ ഇവർ 2 പേരാണ് കൂടുതലായിട്ട്. പിന്നെ എന്ന് വെച്ചാൽ ഡബിൾ എവിക്ഷൻ ഉണ്ട് 2 ഒരുമിച്ചും, അല്ലെങ്കിൽ സിംഗിൾ എവിക്ഷൻ ആണെങ്കിൽ ഒരാൾ മാത്രമേ പോകുള്ളൂ. ഒന്ന് ശരണ്യ ശ്രീരേഖ. ഈ 2 പേര് ഒരാൾ പോകാൻ 90% ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ എന്തിനാ ഭാഗ്യവശാൽ നന്ദന കയറി വന്നാൽ നന്ദന പോവും. അല്ലാത്ത പക്ഷം കൂടുതൽ പോകാൻ ചാൻസ് ഉള്ളത് ഈ ശരണ്യ ശ്രീരേഖയാണ്.